ഈ എൻ്റെ ലോകത്തിൽ നിങ്ങളെ അറിയാത്ത വേറൊരു വലിയ രണ്ട് ലോകമുണ്ട്. ഒന്ന് ക്ലാസിക്കൽ സിംഗർ. ഞാനൊരു 1000-ത്തിലധികം കച്ചേരി കേരളത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. അറിയാം, ഒരേ വലിയ അമ്പലങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ 2-3 കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. വലിയ പക്കമേളക്കാരോടുകൂടി. കച്ചേരി അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് വലിയൊരു അധ്യായമാണ്. പിന്നെ ജോലി അനുഭവങ്ങൾ അത് വേറെ. നമ്മളിപ്പോൾ പാട്ട് മതി നമുക്ക്. ഹിസൈന സദ്ദുള്ളയില് പാടാൻ വരുന്നത് അഭിനയിക്കുന്ന സമയത്ത് അതെ, അടിപൊളി പാട്ടാ. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ എനിക്കത് അനുഭവങ്ങളുണ്ടാ. ഞാനത് താളം പിടിച്ച് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കാരണം ഞാനത് ചെയ്യുന്ന ആളായതുകൊണ്ട്. വേറൊരാളെ അത് ചെയ്യാൻ പറ്റില്ല. അതിൽ ഇയാൾക്കറിയാതെ, ലോഹിക്കറിയാം, ലോഹിയാണ്. അതുപോലെ ചില വ്യക്തികൾ, ലോഹി, മുരളി, പ്രസാദ് സാറ്, കാവാലനാരായണ പണിക്കർ, വേണു, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ജോൺസൺ. അത് മറക്കാൻ പറ്റാത്ത കുറേ അധ്യായങ്ങളാണ്. അതൊക്കെ പറയാനുണ്ട്. പിന്നെ അതെ അതെ, ദേവസഭാതലം അഭിനയിക്കുന്ന സമയത്ത് അത് നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു രസമുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ദേവസഭാതലം രാഗിലം, അപ്പോൾ ഇവിടെ ദേവസഭാതലം രാഗിലം. അതെ, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാറിൻ്റെ ഒരു മ്യൂസിക് സെൻസ് ഇപ്പൊ അഭിനയത്തിൽ മാത്രമല്ല അത് ഗുണപ്പെട്ടിട്ടുള്ളത്, എഴുത്തിൽ അത് ഇവരൊക്കെ സഹായിക്കുന്ന, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ അത് ടഫായിട്ടുള്ള വിഷയമാണത്, പക്ഷെ സിമ്പിളായിട്ടാണ് അത് പറയുന്നത്. അതിൽ പക്ഷികൾ, ഈ മൃഗങ്ങൾ, ഇവരുടെയൊക്കെ നാദവും നമ്മളെ മനുഷ്യൻ്റെ നാദത്തിൽ ചേർന്നിട്ടാണ് ഈ ശബ്ദസ്വരങ്ങൾ ഉണ്ടാകുന്നത്. ആ കഥയാണ് ശരിക്കും ഇതിലുള്ളത്. പക്ഷേ ഇത് വാശി പിടിക്കാനൊന്നുമില്ല, ഇതെല്ലാം ഒന്നാണ് എന്നാൽ അവസാനം നമ്മൾ പറയാൻ. ഹിന്ദുസ്ഥാനിയും പിന്നെ ക്ലാസിക്കലും ഈ നമ്മളെ ക്ലാസിക്കലും ഒക്കെ ഒന്നാണ്. കാരണം ഇതിന് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഹിന്ദോളം എന്ന് പറയുന്നത് മാൽഘോഷ് എന്നാണ് അവർ പറയുക, നമ്മളെ തോടിക്ക് അവർ ഭൈരവ് എന്നാണ് പറയുക. ഇത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. നമുക്ക് കേൾക്കാൻ സുഖമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തി പല നാടുകളിലായിപ്പോയി. അതെ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഭാരതം എന്ന് പറയുന്ന പാട്ട് അത്ര വിസ്താരമുള്ളതല്ലേ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ സംസ്കാരം ഒന്നാണ്. അതൊക്കെയാണ് എൻ്റെ അടുത്ത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പറഞ്ഞത് കലഹം കൂടാതൊന്നുമില്ല, ഇതെല്ലാം ഒന്നാണ്. ശരിക്കും നമ്മൾ ജോൺസൺ മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വന്നിപ്പോണ്ട്. ഈ രാജഹംസമേ അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ എനിക്കത് പറയുന്നതിന് മുമ്പ് ഒരു പാട്ടുള്ളതെന്ന് പറഞ്ഞാൽ രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ മുങ്ങാങ്കുഴിയിട്ടു അറിയാപ്പഴം തേടി അലകളിൽ ഇറങ്ങാൻ കവിത തേടി. അത് ഭരതേട്ടന് വേണ്ടി തന്നെ എഴുതിയ. കാരണം വിഷ്വല് ഭരതേട്ടന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ഓടക്കുഴലിൽ ഇങ്ങനെ ഇളകുന്നതും അതിലേക്ക് വെള്ളം കയറുന്നതും അതൊക്കെയാണ് കാണിച്ചത്. ഈ രാഗദേവനും നാദകന്യയും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഈ തീരത്തെ പൂന്തിരകളിൽ അറിയാപ്പവിഴം തേടി എന്ന് പറയുമ്പോൾ ഈ തീരമായിപ്പോയെന്ന ഒരു വിമർശനം വരുമോ എന്നുള്ളത് അങ്ങനെ കാണണോ? അതെങ്ങനെ കാണണം? ഇല്ല, തീരത്ത് അവര് നാദകന്യയും രാഗദേവനുമാണ്. എവിടെയും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒഴുകി പെട്ടെന്ന് ഒഴുകി പോകാനും മുങ്ങാങ്കുഴിയിടാനും എവിടെയും പറ്റും. അതാണ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അറിയാപ്പവിഴം തേടുക എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ പുതിയ കാണാത്ത പവിഴങ്ങൾ തേടുന്നു. ഒരുപാട് അർത്ഥങ്ങൾ വേണം അതിന് പറയാം. ജോൺസൺ മാഷിന്റെ പാട്ടുകളിൽ ഈ നമ്മള് മധുരം ജീവാമൃത ബിന്ദു പറഞ്ഞതുപോലെ തന്നെ പാതിരാ പാൽക്കടവില്ലേ, പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയായി സ്നേഹാർദ്ര നക്ഷത്രം. അമ്പിളിയെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെണ്ണിലാ ചന്ദനക്കിണ്ണം, പുന്നമട കായൽ, വിദ്യാസാഗർ സാറിന്റെ തുഴയുന്ന നക്ഷത്രം. അത് ഒരു പ്രാവശ്യം ശ്രീനി പറഞ്ഞത് ഭയങ്കര രസമായിട്ടുള്ളൊരു ബിംബമാണ്. എപ്പോഴും മിക്കവാറും ഈ അമ്പിളിയുടെ മുകളിലൊരു നക്ഷത്രം ഉണ്ടാകും, നമുക്ക് കാണാം. അപ്പോൾ അമ്പിളി തോണി തുഴയുന്നതാണെന്ന് എൻ്റെ സങ്കല്പം. നക്ഷത്രമാണ്. അതുപോലെ ഈ പറഞ്ഞതുപോലെ വെണ്ണിലാ ചന്ദനക്കിണ്ണം, പുന്നമട കായൽ വീണ എന്ന് പറയുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യില്ല. ഇത് വീണ് കിടക്കുന്ന അമ്പിളി എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഈ എന്താ പറയാ, പുന്നമട കായൽ വീണേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കോരിയെടുക്കാൻ. അതെ, ഭാസ്കര മാഷ് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എന്നോട് പറഞ്ഞു, എന്നോട് പാടാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം ഒരു സദസ്സിൽ ഭാസ്കര മാഷ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇത് വേദിയിൽ ഇത് പാടാൻ തുടങ്ങാം. എന്നോട്
തിരുമേനി പോയി പാടുന്നത് എൻ്റെ എന്നോട് എന്നെ ഉണ്ണി തള്ളി. ഞാൻ പോയി മുകളിൽ പാടിയത് എൻ്റെ ആദ്യത്തെ 2 ലൈൻ പാടിയിട്ടേ എന്നെ വിട്ടു. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ പൊന്നിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടതൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകുന്നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അത് നല്ല രസമാണ്. ഈ തൂവൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് അതിനടുത്തൊരു പിന്നെ കൂട് കെട്ടുന്നത് കുട്ടിക്കാലത്ത് ഭയങ്കര രസമായിട്ടുള്ള സങ്കല്പമാണ്. അതിനേക്കാളും സൂപ്പർ ഹിറ്റായ ഒരു പാട്ട് അതിനകത്തുണ്ട്, പവിഴമഴ. അതെ, ഭയങ്കര രസമായിട്ട് മോഹം ഈ മഴ അദ്യാനുരാഗ രാമഴ മഴ 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 മഴ. അതുപോലെ പിന്നെ അകലത്തു നിന്നാൽ കണ്ണീർ മഴ ആണ്. കുറച്ച് ദൂരെയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പ്രണയത്തിന് ഏറ്റവും ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. വിദ്യാസാഗർ സാറ് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ ഒരു മഴ 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 എന്നുള്ള സാധനം വരുമ്പോൾ ഒരു സാധനം വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതെ, പിന്നെ മൊത്തം മഴയാക്കി. വിദ്യാസാഗർ സാറിന്റെ തങ്കത്തിങ്കൾ തിരിയായി തെളിയാം തരത്തുവൽ നനയാം ആ പാട്ടല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളിലൊന്നാണ്. ജോൺസൺ മാഷിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി വിരഹത്തിന്റെ പാട്ടാണ്. സന്ധ്യാരാഗവും നിന്ന് കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ തൊരാഞ്ഞി പൂവിരൽ തൊട്ടുപോയെന്നോ. ഈ കുങ്കുമം മുഴുവൻ തൊരാഞ്ഞി പൂവുകൾ എടുത്തൊട്ടു. കാരണം തൊരാഞ്ഞി പൂ ചുവന്ന പൂക്കൾ, ചെറിയ പൂക്കൾ. ഞങ്ങൾ കുട്ടിക്കാലത്ത് അതുകൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കും. നമ്മൾ ഇവിടെയൊന്നും അത്ര ഇല്ലാത്തത്, പുഴക്കരയിലുണ്ടാകുന്ന പൂക്കളാണ്. അല്ല, അത് തുടങ്ങുന്നത് ഭയങ്കര രസമാണ്. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. അതെ, പക്ഷെ മുന്നാഴി എത്രയുണ്ടെന്ന് എനിക്കൊന്നും തലക്കകത്ത് കിട്ടില്ല. കാരണം നാഴി നമ്മള് എന്റെ സമ്പ്രദായം അല്ലല്ലോ, നമ്മള് അതിന്റെ ഭാഷയാണ്. അതെ, ഒരു നാഴി, അതെ, മുന്നാഴി എന്നൊക്കെ പറയുന്നത് ചെറിയതാ, നമുക്ക് മനസ്സിലായി. പക്ഷെ അതാണ് ഫീൽ ചെയ്തു. പാട്ടിന്റെ ഏറ്റവും വലിയ കാര്യം അതാണ്, ഫീലിംഗ് ആണ്. അതെ, ഇപ്പോൾ മൂലോകം മുഴുവൻ ഉറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കും. പക്ഷേ 3 ലോകമുണ്ട് അതിനകത്ത്. പക്ഷേ എൻ്റെ മോൻ ഉറങ്ങാൻ എല്ലാം ഉറങ്ങട്ടെ എന്ന് പറയാം. അപ്പോൾ ആ മൂലോകം എന്ന് പറയുമ്പോൾ ചെറുതായി നമുക്ക് ഇത്രയുള്ളൂ. എല്ലാവരും പോയി കിടന്നുറങ്ങും, എൻ്റെ മോൻ ഉറങ്ങുകയാണ്. അതുപോലെയാണ് നമ്മൾ വാക്കുകൾ ഇങ്ങനെ നമ്മളെ കോരിയെടുക്കണം, പാകത്തിനാക്കണം. ദൂരെ ദൂരെ സാഗരം, ദൂരെ ദൂരെ സാഗരം തേടി പോക്കുവയിൽ പൊന്നാളം. പോവാണ് അയാള്. ഏറനായി നിലാവിന്നിതളും താനേ തെളിഞ്ഞ രാവും ദൂരെ ദൂരെ സാഗരം തേടി ഒക്കുവയിൽ പൊന്നാളും. ഞാനും ജോൺസണും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയ ആദ്യത്തെ പാട്ടതാണ്. അതെ, സത്യനന്ദിക്കാടും. പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായ്മയായിരുന്നു കുറേ കാലം. അതിൽ ഈ വെള്ളാര പൂമല മേലെ അതിലുണ്ട് പൊൻകിണ്ണം നീട്ടി നീട്ടി, അത് 2 പ്രാവശ്യം സാർ എഴുതിയെന്നുള്ള ഇങ്ങനെ വരുന്നല്ലേ. സൂര്യൻ ഇങ്ങനെയാണല്ലോ, അങ്ങനെ നീട്ടി വരുന്നുണ്ടല്ലോ. അല്ല, ഞാൻ വിചാരിച്ചു ഇത് എന്തിനാണ് 2 പ്രാവശ്യം. ആ വിഷ്വലാണത്. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി, ഭയങ്കര രസമല്ലേ. ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചിറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. അത് ഭയങ്കര രസമല്ലേ. പൂനുള്ളി കുമ്പാളക്കൊമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലകിട് ചുരന്നു മാമ്പൂ മണവും കുളിരും മാടി വിളിക്ക് കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു